ഇപ്പോൾ കാണുന്നത് കെ സുധാകരൻ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നതാണ്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്, രേഖപ്പെടുത്താനായി എത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം UDFനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടായത് കെ സുധാകരൻ മത്സരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. പക്ഷേ ഡൽഹിയിൽ ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ അത് രമ്യമായി പരിഹരിക്കാൻ UDFനെ സംബന്ധിച്ചായി. അതിനുശേഷം പ്രചരണത്തിൽ ഉൾപ്പെടെ കെ സുധാകരൻ സജീവമായിരുന്നു. എന്നാൽ ചില പരാമർശങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹത്തിൻ്റേത് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയെ പറ്റിയൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ് ആ നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടത് ഈ പ്രചരണ ദിവസങ്ങളിൽ. ഇപ്പോൾ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തുകയാണ്. അതിനുശേഷം എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം പറയുന്നു എന്നത് നിർണായകമാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം അദ്ദേഹം വനവാസത്തെക്കുറിച്ചൊരു പരാമർശം നടത്തിയിരുന്നു. അത് നേതാക്കൾ വാക്ക് പറഞ്ഞാൽ പാലിക്കേണ്ടതാണല്ലോ എന്ന തരത്തിലായിരുന്നു അതിൽ അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തിയത്. അതും അല്പം വിവാദം ഉണ്ടാക്കിയതാണ്, ആ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ എന്ത് പറയുന്നു കെ സുധാകരൻ എന്നത് എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് വരും. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സൗത്ത് യു പി സ്കൂൾ കീഴുന്നയിലെ സൗത്ത് യു പി സ്കൂളിലാണ് കെ സുധാകരൻ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നത്. അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ പോവുകയാണ്. അതിനുശേഷം അദ്ദേഹം പുറത്തു വന്ന് പ്രതികരിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കണ്ണൂരിനെ സംബന്ധിച്ച് ഇത്തവണ ശക്തമായ മത്സരമാണ് ഉള്ളത്. പല മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം എന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പേരാവൂരിൽ സണ്ണി ജോസഫ് ശക്തമായ മത്സരം നേരിടുന്നുണ്ട്. അത് കെ ശൈലജ അവിടെ സ്ഥാനാർത്ഥിയായി എത്തിയതിനെ തുടർന്നാണ് അത്തരം ശക്തമായ ഒരു മത്സരത്തിന് പേരാവൂർ സാക്ഷ്യം വഹിക്കുന്നത്. ഒപ്പം CPM-ൽ നിന്ന് വിമതരായി എത്തിയവർ UDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന സാഹചര്യവുമുണ്ട്. അതൊക്കെയും കണ്ണൂരിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്തെ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രചരണ രംഗത്തൊക്കെ വലിയ ചർച്ചയായതാണ്. ഇപ്പോൾ ആ ആകാംക്ഷ എല്ലാവരിലും കണ്ണൂരിനെ സംബന്ധിച്ച് ഉണ്ട്. അവിടെ ഇപ്പോൾ കെ സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം അല്പസമയത്തിനകം മാധ്യമങ്ങളോട് സംസാരിക്കും. എന്താണ് കെ സുധാകരന് പറയാനുള്ളത്? ഇനിയും വോട്ടെടുപ്പിൻ്റെ 4 മണിക്കൂറുകളോളം നിലനിൽക്കുന്ന സമയമാണ്. അപ്പോൾ കെ സുധാകരൻ എന്തെങ്കിലും പറയുമോ? അത് ഏതെങ്കിലും സ്വാധീനമുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നതൊക്കെ നമ്മൾ കാത്തിരിക്കുകയാണ്. എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. തികഞ്ഞ വിജയ പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. 2016-നേക്കാൾ 8 സീറ്റ് കൂടുതൽ നേടിക്കൊണ്ടാണ് 2021-ൽ LDF തുടർ ഭരണം നേടിയത്. അപ്പോൾ അതുപോലെ തന്നെ സീറ്റ് കൂടുതൽ നേടിക്കൊണ്ട് തുടർ ഭരണം ഉണ്ടാകുമെന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ 100-ലധികം സീറ്റ് നേടി അധികാരം പിടിക്കും എന്നത് VD സതീശനും പറയുന്നു. ഇത്തവണ ഒരു നിർണായക ശക്തിയായി മാറും എന്നതാണ് BJPയുടെ അവകാശവാദം. BJP സംസ്ഥാന അധ്യക്ഷൻ അത്തരമൊരു അവകാശവാദം മുന്നോട്ട് വെച്ചു. ഒപ്പം തൂക്ക് സഭയായിരിക്കും കേരളത്തിൽ എന്ന ഒരു പരാമർശം കൂടി BJP സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ BJP ഒരു നിർണായക ശക്തിയാകും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. BJP NDA ഒരു നിർണായക ശക്തിയാകും, തൂക്ക് സഭയായിരിക്കും കേരളത്തിൽ വരിക എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മമ്മൂട്ടി, ഒപ്പം തന്നെ മോഹൻലാൽ, സിനിമാ താരങ്ങൾ എല്ലാം തന്നെ ആദ്യ മണിക്കൂറുകളിൽ വോട്ട് രേഖപ്പെടുത്തുകയും ജനാധിപത്യത്തിൻ്റെ ഈ പ്രക്രിയയെ എല്ലാവരും പങ്കെടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഉയർത്തി അവർ സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ കെ സുധാകരൻ്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഞങ്ങളുടെ പ്രതിനിധി KV ബൈജുവിലേക്ക് ഒന്ന് പോവുകയാണ്. ബൈജു കാഞ്ഞങ്ങാട് നിന്ന് ചേരുകയാണ്. ബൈജു, അവിടെ നേരത്തെ നമ്മൾ പറയുമ്പോൾ മഞ്ചേശ്വരത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, കള്ളവോട്ടുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ തൃക്കരിപ്പൂരിൽ അത് UDF സ്ഥാനാർത്ഥിയും പോളിംഗ് ഓഫീസറും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നറിയുന്നു. അദ്ദേഹം UDF സ്ഥാനാർത്ഥിയുമായി വാക്കുതർക്കവും സംഘർഷവും ഒക്കെ ഉണ്ടായി എന്ന തരത്തിലൊക്കെയുള്ള റിപ്പോർട്ടുണ്ട്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? എന്തൊക്കെയാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ? കേൾക്കാമോ ബൈജു? രേണുക,
അല്പസമയം മുമ്പാണ് പൊത്തിലോട്ട് സ്കൂളിൽ ഇത്തരത്തിൽ സന്ദീപ് വാര്യർ ബൂത്തിലെത്തിയപ്പോൾ ചെറിയ തോതിലുള്ള വാക്കേറ്റവും സംഘർഷമൊക്കെ ഉണ്ടായത്. എന്തായാലും ഈ UDF ഏജന്റ് അതുപോലെ തന്നെ LDF ഏജന്റ് ഭീഷണിപ്പെടുത്തിയെന്നാണ് സന്ദീപ് വാര്യർ ആരോപിച്ചിരുന്നത്. പക്ഷേ ഈ സന്ദീപ് വാര്യർ കൂടുതൽ ആളുകൾ എത്തിയതാണ് ഈ ഒരു വാക്കുതർക്കത്തിന് ഇടയാക്കിയതെന്നാണ് LDF പറയുന്നത്. ഇതെല്ലാം പ്രശ്നം ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രേണുക, വളരെ പ്രധാനം, 3 മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് 2 മണ്ഡലങ്ങളിൽ ഉയർന്ന പോളിംഗ് ശതമാനം കണ്ണൂരിൽ രേഖപ്പെടുത്തുന്നുണ്ടെന്നാണ്. അത് തളിപ്പറമ്പിലും പയ്യന്നൂരിലുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചാ വിഷയമായ തളിപ്പറമ്പ് മണ്ഡലത്തിലും പയ്യന്നൂരിലും 50% മുകളിൽ പോളിംഗ് കടന്നിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലം ധർമ്മടമുണ്ട്. 49% പോളിംഗ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്തുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും പയ്യന്നൂരിലും അതുപോലെ തന്നെ തളിപ്പറമ്പിലും പോളിംഗ് ശതമാനം ഉയരുന്നത് അത് ആർക്ക് ഗുണം ചെയ്യും എന്നതാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന ചോദ്യം. എന്തായാലും ആകാംക്ഷ നിറഞ്ഞ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോളിംഗ് ശതമാനം കുത്തനെ ഉയരുന്നു. ഉച്ചയ്ക്ക് മുൻപ് തന്നെ 50% അടുക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. ഏതായാലും കാസർഗോഡ് ജില്ലയിലേക്ക് വന്നാൽ മഞ്ചേശ്വരത്താണ് ഏറ്റവും കുറവ് പോളിംഗ് എന്നതാണ് അതിൽ എടുത്തു പറയേണ്ടത്. മഞ്ചേശ്വരത്ത് 45% മാത്രമാണ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാസർഗോഡും അല്പം കുറവാണ്. രണ്ടിടത്തും BJP വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലമാണ്. അവിടെ 46% പോളിംഗ്. ഉദുമയിൽ 48, കാഞ്ഞങ്ങാട് 48, തൃക്കരിപ്പൂർ 48. സന്ദീപ് KV ബൈജു ആണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ പലയിടത്തും, അതായത് തളിപ്പറമ്പിലും പയ്യന്നൂരിലുമെല്ലാം ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്ന കാര്യം ബൈജു സൂചിപ്പിച്ചു. നമുക്കറിയാം, CPM-നെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ് അവിടങ്ങൾ പിടിക്കുക എന്നത്. അഭിമാന പോരാട്ടമാണ്. ആ നിലയിൽ ആളുകൾ ഇപ്പോൾ K. സുധാകരൻ മാധ്യമങ്ങളെ കാണും. നല്ല തെരഞ്ഞെടുപ്പ്, നല്ല പ്രതീക്ഷ. നമ്മുടെ എല്ലാ പ്രവർത്തകന്മാരും, നമ്മുടെ നാളിലെ എല്ലാ അനുഭാവികളും തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്നു എന്നാണ് എൻ്റെ പ്രവർത്തകന്മാരിൽ നിന്ന് കിട്ടിയ വിവരം. അതുകൊണ്ട് ഞാനതിൽ സംതൃപ്തനാണ്. നല്ല റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 100 വരെയൊക്കെ പോകാം. തുടർഭരണം അവസാനിക്കുവാണോ? തുടർഭരണം ഒരിക്കലും അവസാനിക്കൂല. അല്ല, തുടർഭരണം ഒരിക്കലും അനുവദിക്കില്ല. UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വരും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 100%. ആ 100% നമ്മൾ ഉറച്ചു നിൽക്കുകയാണ്. അത് നിങ്ങൾക്ക് കുറഞ്ഞ ദിവസമല്ലേ വേണ്ടൂ. അധിക ദിവസം കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആരാ ഭരിക്കുന്നത്. പേരാവൂരൊന്നും ഒരട്ടിമറി നടക്കാൻ സാധ്യതയില്ല. ഞാൻ ഇന്നലെ ഇന്നും എല്ലാം ഞാനിത് ആ ഭാഗം പരിശോധിച്ചതാണ്. ആ പരിശോധനയിലൊന്നും വലിയ അപാകതയുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ജയിക്കും. സണ്ണി വക്കീലിനെതിരായിട്ടുള്ളൊരു വികാരത്തിന്റെ പ്രതിഫലനമാണ് നിങ്ങൾ ഈ കാണുന്നതും കേൾക്കുന്നതും ചോദിക്കുന്നതും എല്ലാം. അത് അസത്യമാണ്. അത് ശരിയല്ലാത്ത വാർത്തയാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അവിടെ ദയവായി അത് ഇന്നെങ്കിലും അവസാനിപ്പിക്കുക. ആ കത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇപ്പോൾ ഏത് കത്ത്? കത്തിനെ കുറിച്ചിട്ട് അങ്ങനെ ആശങ്കയൊന്നുമില്ല. കത്ത് കൊടുത്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യേണ്ടത് മാത്രമല്ല, അതൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടതാണ്. എന്നിട്ട് വേണം അത് തീരുമാനിക്കാൻ. ആണെന്നും അല്ലെന്നും പറഞ്ഞാൽ അതിനകത്ത് രണ്ടുണ്ടാകുമ്പോൾ അതിനകത്ത് ഒന്ന് കൺഫേം ചെയ്യണമെങ്കിൽ എന്ത് മാർഗം വേണം? അതിന്റെ ശരിയായ വഴിയിലൂടെ പരിശോധിച്ച് എന്നിട്ട് അതിന്റെ റിസൾട്ട് കണ്ടെത്തണം. വോട്ടെടുപ്പിന് ശേഷം നമുക്ക് അത് പരിശോധിക്കാൻ നോക്കാം. അത്രേ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.